Hello students, welcome to another video of compressible fluid flow. In this video we will be discussing momentum equation. Now conservation of momentum or momentum equation. നമുക്കറിയാം momentum equation മറ്റൊരു പേരാണ് conservation of momentum. അതുമാത്രമല്ല momentum equation derive ചെയ്യുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനെ ബേസ് ചെയ്താണ്. അപ്പോൾ ആദ്യം നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ ഡെഫിനിഷനും അതേപോലെ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും നോക്കാം. അപ്പോൾ ആദ്യം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ ഡെഫിനിഷൻ ആണ് നോക്കാനുള്ളത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇൻ എ ഗിവൺ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു ആൾജിബ്രൈക് സം ഓഫ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദി കൺട്രോൾ സർഫസ് ഇൻ ദി ഗിവൺ ഡയറക്ഷൻ. എന്ന് വെച്ചാൽ എന്താ, ഒരു ഗിവൺ ഡയറക്ഷൻ നമ്മൾ എക്സ് ഡയറക്ഷൻ ഇടുക. എക്സ് ഡയറക്ഷനിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ എല്ലാം സമ്മേഷന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഒന്നുകൂടി ഞാൻ പറയാം, എക്സ് ഡയറക്ഷനിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ സമ്മേഷന് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം സി എക്സ്. എന്താണ് സിഗ്മ എഫ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ. സോ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ ഫോഴ്സുകളുടെ സമ്മേഷൻ, ആൾജിബ്രൈക് സം ഓഫ് ഫോഴ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം സി എക്സ് എന്നാണ് എഴുതിയാണത്. നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ളതാണ് മൊമെൻറ്റം. ഇവിടെ സി എക്സ് എന്നുള്ളത് എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റിയാണ്. സോ മാസ് ഇൻറ്റു എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ മൊമെൻറ്റമാണ്. ഇനി നമുക്കറിയാം ഒരു പ്രോപ്പർട്ടിയെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി കിട്ടും. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് എം സി എക്സ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ എന്തായിരിക്കും, എം സി എക്സ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ആണ്, അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് ഡി ബൈ ഡി ടി ഓഫ് എം സി എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്, എക്സ് ഡയറക്ഷനിലെ ഫോഴ്സുകളുടെ സം എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റിന് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം, ഈ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ വൈ ഡയറക്ഷനിലും ഇതേപോലെ എഴുതാം. സിഗ്മ എഫ് ഐ ഈക്വൽ ടു ഡി ബൈ ഡി ടി എം സി വൈ, വെർ സി വൈ ഈസ് ദി വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ. സിമിലർലി സിഗ്മ എഫ് ഇസഡ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം സി ഇസഡ്. അപ്പോൾ ഇതാണ് മൂന്ന് ഡയറക്ഷനിലെയും ഈ ഒരു സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. നമ്മളിവിടെ എക്സ് ഡയറക്ഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇൻ ദിസ് ഡെറിവേഷൻ വി ആർ കൺസിഡറിങ് എക്സ് ഡയറക്ഷൻ ഓൺലി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് പോവാം. നമ്മൾ ഇതിനു മുന്നേ കണ്ടിന്യൂറ്റിക്കേഷൻ നോക്കിയപ്പോൾ ഒരു ഫിഗർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ഫിഗറും സെയിം നൊട്ടേഷൻസുമാണ് നമ്മൾക്ക് ഇവിടെ ആവശ്യമുള്ളത്. സോ ഞാൻ ഈ ഫിഗർ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഇതിനു മുന്നേയുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഈ ഒരു ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്ത പോർഷൻ ഒന്നുകൂടി നോക്കുക. അപ്പോൾ സെയിം ഫിഗർ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക, ഇതിനു മുന്നേയുള്ള പാർട്ട് 2 വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക. ഇനി നമ്മൾക്ക് ഇതിൻ്റെ നൊട്ടേഷൻസ് ആണ്. നൊട്ടേഷൻസും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം നൊട്ടേഷൻസ് ആണ്. ടി എന്ന് പറഞ്ഞാൽ എൻട്രി ടൈം, ടി പ്ലസ് ഡി ടി എന്ന് പറഞ്ഞാൽ കൺട്രോൾ വോളിയത്തിൽ നിന്നും പുറമേക്ക് ഗ്യാസ് എക്സിറ്റ് ചെയ്യുന്ന ടൈമാണ് ടി പ്ലസ് ഡി ടി. M1 ടിയും M2 ടി പ്ലസ് ഡി ടി, M3 ടി പ്ലസ് ഡി ടി. ഇതെല്ലാം നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യങ്ങളാണ്. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയുന്നില്ല. അപ്പോൾ നിങ്ങളത് നോക്കുക. ഇനി ഈ ഒരു ഡെറിവേഷനിൽ കൂടുതലായിട്ട് വരുന്നത് 3 വെലോസിറ്റി ടേംസ് ആണ്, സി എക്സ്, സി വൈ ആൻഡ് സി ഇസഡ്. അതായത് എക്സ്, വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻസിലെ ഗ്യാസിൻ്റെ ഫ്ലോ വെലോസിറ്റീസ് ആണ് സി എക്സ്, സി വൈ, സി ഇസഡ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ ഡെറിവേഷൻ ഇല്ല. ഈ ഡെറിവേഷൻ നമുക്ക് ഈ ഒരു ടേംസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി നമുക്കറിയാം, നൗ ചേഞ്ച് ഓഫ് മൊമെൻറ്റം. എന്താണ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? ചേഞ്ച് ഇൻ സം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, ഫൈനൽ വാല്യൂ ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി മൈനസ് ഇനിഷ്യൽ വാല്യൂ ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്തായിരിക്കും, ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം, നമുക്കറിയാവുന്നതാണ്. ഇനി നമുക്ക് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, നമ്മളിവിടെ എക്സ് ഡയറക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എം സി എക്സ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡി എം സി എക്സ്. ഡി ആണ് ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി എം സി എക്സ്, അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻ
എക്സ് ഡയറക്ഷൻ ഈക്വൽ ടു എന്തായിരിക്കും? ഫൈനൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മാസ് ഇൻറ്റു വെലോസിറ്റി, ഇനിഷ്യൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ മാസ് ഇൻറ്റു വെലോസിറ്റി. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇതിന് മുന്നേയുള്ള ഡെറിവേഷനിൽ ഇനിഷ്യൽ മാസും ഫൈനൽ മാസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസർവേഷൻ ഓഫ് മാസിൻ്റെ കേസിൽ. അപ്പോൾ ഫൈനൽ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈനൽ അതായത് എക്സിറ്റ് ടൈമിലുള്ള മാസും ആണ് ഫൈനൽ മാസ്, അതേസമയത്ത് എൻട്രി ടൈമിലെ മാസാണ് ഇനിഷ്യൽ മാസ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഫൈനൽ മാസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ടൈമിലെ മാസുകൾ, അതായത് m2t+dt m3t+dt ആഡ് ചെയ്താൽ നമുക്ക് ഫൈനൽ മാസ് കിട്ടും ഇൻറ്റു വെലോസിറ്റി. ഇവിടെ എക്സ് ഡയറക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. സോ ഇവിടെ വെലോസിറ്റി cx ആയിരിക്കും. അതാണ് ഈ ടേമിൽ ഇവിടെ കാണുന്നത്. ഇനി ഇനിഷ്യൽ മാസ് എന്ന് പറഞ്ഞാൽ m1t + m2t ആയിരിക്കും. അതാണ് ഇവിടെ ഇനിഷ്യൽ മാസ് ഇവിടെ വരിക. വെലോസിറ്റി cx തന്നെയാണ്, കാരണം നമ്മൾ എക്സ് ഡയറക്ഷൻ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ഒരു ടേമിനെ നമ്മളിവിടെ cx എന്നുള്ളത് ഉള്ളിലേക്ക്, അതായത് ബ്രാക്കറ്റിനുള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലാവും, നോക്കിയാൽ മതി. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ dt വെച്ച് ഡിവൈഡ് ചെയ്യാണ്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ത്രൂ ഔട്ട് dt വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡിവൈഡ് ദി ഇക്വേഷൻ 4/dt വി വിൽ ഗെറ്റ് d/dt of mcx equal to m2t+dt into cx divided by dt plus m3t+dt into cx divided by dt minus m1t cx divided by dt minus m2t cx divided by dt. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞു ഇതെന്താണ്? d/dt of mcx, അതായത് ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻ എക്സ് ഡയറക്ഷൻ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഫോഴ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ എന്നുള്ളതാണ്. സോ നമുക്കിതിനെ സിഗ്മ എഫ് എക്സ് എന്ന് എഴുതാം. ഈ ഒരു ടേമിനെ സിഗ്മ എഫ് എക്സ് എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ ഈ ഫസ്റ്റ് ടേമിനെയും അതേപോലെ ഇവിടെയുള്ള ലാസ്റ്റ് ടേമിനെയും നമ്മൾ ഒരുമിച്ച് എഴുതി, കാരണം രണ്ടിൻ്റെയും സഫിക്സ് 2 ആണ്. എന്നിട്ട് കോമൺ ആയിട്ട് dt വെച്ച് ഡിവൈഡ് ചെയ്തു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് m2t+dt into cx minus m2t cx all divided by dt. ബാക്കിയുള്ള രണ്ട് ടേംസ് അതേപടി എഴുതി m3t+dt into cx divided by dt minus m1t cx divided by dt. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് ഇക്വേഷൻ. ഇനി നമ്മളിവിടെ ഈ ഇക്വേഷനിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറഞ്ഞ പോലെ ലിമിറ്റ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യും. ലിമിറ്റ് dt ടെൻസ് ടു 0 m2t+dt cx minus m2t cx all divided by dt plus limit dt tends to 0 m3t+dt into cx divided by dt minus limit dt tends to 0 m1t cx divided by dt. ഈ ഒരു ഇക്വേഷനിലെ റൈറ്റ് സൈഡിലുള്ള ഓരോ ടേംസിന്, അതായത് ഇവിടെ 3 ടേംസ് ഉണ്ട്, അതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നത്. ഈ ഓരോ ടേംസിന് നമ്മൾ റീപ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആദ്യം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ടേമിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാം. ഫ്രം ഇക്വേഷൻ 6 നമ്മൾ എഴുതാണ്, ഫസ്റ്റ് ടേം എടുത്ത് എഴുതി ലിമിറ്റ് dt ടെൻസ് ടു 0 m2t+dt cx minus m2t cx all divided by dt equal to dou/t mcx into cv എന്ന് എഴുതാം. ഇതെങ്ങനെ വന്നു? നമ്മൾ ഇതിനു മുന്നേയുള്ള ഡെറിവേഷനിൽ ഇതേപോലൊരു ടേം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഒരു cx എന്നുള്ള ടേം ഉണ്ടാവില്ല. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് കണ്ടിന്യൂറ്റിക്കേഷൻ ചെയ്തപ്പോൾ ഇതുപോലൊരു ഇക്വേഷൻ വന്നിട്ടുണ്ട്. അവിടെ ലിമിറ്റ് dt ടെൻസ് ടു 0 m2t+dt മൈനസ് m2t ഡിവൈഡഡ് ബൈ dt എന്നാണ്. അതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കിയായിരുന്നു. അതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു? dou/t mcv എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം രീതിയിൽ നേരത്തെ പറഞ്ഞ, അതായത് സെക്കൻഡ് വീഡിയോ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ ഇവിടെ cx ഇല്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടുള്ളൂ. ഇവിടെ cx കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ എന്താ പറ്റുക? ഇവിടെയുള്ള cx കൂടുതലായിട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ എമ്മിൻ്റെ കൂടെ എന്തുകൂടി വരും? ഒരു cx വരും. അതാണ് ഇവിടെ dou/t mcx ഓവർ cv എന്നുള്ളതായിരിക്കും നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ഇക്വേഷനുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ്. അത് ഇതേപോലെ തന്നെ എടുത്ത് എഴുതാം. ലിമിറ്റ് dt ടെൻസ് ടു 0 m3t+dt cx divided by dt that is equal to integral out cx dm dot. ഇതിനു മുന്നേയുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ ഇതേപോലുള്ളൊരു ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലിമിറ്റ് dt ടെൻസ് ടു 0 m3t+dt ഡിവൈഡഡ് ബൈ dt എന്നായിരുന്നു. cx അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുള്ള ആൻസർ നമ്മൾക്ക് കിട്ടിയത് ഇൻ്റഗ്രൽ ഔട്ട് dm ഡോട്ട് എന്നായിരുന്നു. ഓക്കെ, ഇവിടെ dt ഉള്ളത് കൊണ്ട് നമ്മളുടെ ആൻസറിലും ഒരു cx കൂടുതലായിട്ട് വരും.
ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഔട്ട് എന്ന് വന്നിരിക്കുന്നത്? കാരണം 3t+dt ആണ് ഇതിൻ്റെ സഫിക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. 3യും t+dt-യും ഔട്ട്ലെറ്റിനെയാണ് അല്ലെങ്കിൽ എക്സിറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെയിം രീതിയിൽ നമ്മുടെ ലാസ്റ്റ് ടൈമിലുള്ള ഇക്വേഷനും നമുക്ക് മേക്ക് ചെയ്യാം. അത് വരുന്നത് ഇൻ്റഗ്രൽ ഇൻ Cx dm ഡോട്ട് എന്നായിരിക്കും. അത് 8th ഇക്വേഷൻ മേക്ക് ചെയ്ത സെയിം രീതിയിൽ തന്നെയാണ്. ഇവിടെ ഇന്നാണ്, അതായത് ഇൻലെറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം 1t, അതായത് ഇൻലെറ്റ് സർഫസും ഇൻലെറ്റ് ടൈമുമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇൻ്റഗ്രൽ ഓവർ ഇൻ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 7, 8, 9 ഇക്വേഷൻസ് 6ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി എം സി എക്സ് സി വി പ്ലസ് ഇൻ്റഗ്രൽ ഔട്ട് സി എക്സ് ഡി എം ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ ഇൻ സി എക്സ് ഇൻറ്റു ഡി എം ഡോട്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്കിതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ സെൻറ്റൻസിൽ എഴുതിയിട്ടുണ്ട്. അതായത് ദി ഇക്വേഷൻ 10 സ്റ്റേറ്റ്സ് ദാറ്റ് ദി ആൾജിബ്രൈക് സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി കൺട്രോൾ സർഫസ് ഇൻ എ ഗിവൺ ഡയറക്ഷൻ. അതായത് ആൾജിബ്രൈക് സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഇൻ എ ഗിവൺ ഡയറക്ഷൻ, അതായത് എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു ഡോ ബൈ ഡോ ടി എം സി എക്സ് സി വി. നമുക്കറിയാം എം സി എക്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ, അതായത് മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ ഡോ ബൈ ഡോ ടി എം സി എക്സ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. എവിടുത്ത? ഇൻ എക്സ് ഡയറക്ഷൻ ഇൻ സി വി. സി വി എന്ന് പറഞ്ഞാൽ കൺട്രോൾ വോളിയം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിതിൻ വിച്ച് കൺട്രോൾ വോളിയം. അപ്പോൾ കൺട്രോൾ വോളിയത്തിൽ എക്സ് ഡയറക്ഷനിലുള്ള എന്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ആണ് ഉദ്ദേശിക്കുന്നത്, പ്ലസ് ഇൻ്റഗ്രൽ ഔട്ട് സി എക്സ് ഡി എം ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ ഇൻ സി എക്സ് ഡി എം ഡോട്ട്. സി എക്സ് ഡി എം ഡോട്ട് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഫ്ലക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഔട്ട് സി എക്സ് ഇൻറ്റു ഡി എം ഡോട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട് ഗോയിങ് മൊമെൻറ്റം ഫ്ലക്സ്. അതേ സമയത്ത് സി എക്സ് ഇൻറ്റു ഡി എം ഡോട്ട് ഓവർ ഇൻ്റഗ്രൽ ഇൻ എന്ന് പറഞ്ഞാൽ ഇൻകമിങ് മൊമെൻറ്റം ഫ്ലക്സ്. അപ്പോൾ നമുക്ക് എഴുതാം പ്ലസ് എക്സസ് എന്ന് വെച്ചാൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, എക്സസ് ഓഫ് ഔട്ട് ഗോയിങ് മൊമെൻറ്റം ഫ്ലക്സ് ഓവർ ദി ഇൻകമിങ് മൊമെൻറ്റം ഫ്ലക്സ്. ഔട്ട് ഗോയിങ് മൊമെൻറ്റം ഫ്ലക്സും ഇൻകമിങ് മൊമെൻറ്റം ഫ്ലക്സും തമ്മിലുള്ള ഡിഫറൻസും അതേപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിതിൻ ദി കൺട്രോൾ വോളിയവും തമ്മിൽ പ്ലസ് ചെയ്താൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലെ നമുക്ക് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ആ ഇക്വേഷൻ കാണിക്കാം. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി എം സി എക്സ് സി വി പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഔട്ട് സി എക്സ് ഇൻറ്റു ഡി എം ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ ഇൻ സി എക്സ് ഇൻറ്റു ഡി എം ഡോട്ട്. അതായത് എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിതിൻ ദി കൺട്രോൾ വോളിയം പ്ലസ് എക്സസ് ഓഫ് ഔട്ട് ഗോയിങ് ആൻഡ് ഇൻകമിങ് മൊമെൻറ്റം ഫ്ലക്സ്. അതാണ് ഈ ഒരു 10th ഇക്വേഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യണം. അതായത് ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞ ഇക്വേഷനിൽ ഓരോ ടേംസിന്, അതായത് ഈ ഓരോ ടേംസിന് നമ്മൾ പുതിയ റീപ്ലേസ്മെൻറ്റ്സ് കൊണ്ടുവരണം. ഇതും നമ്മൾ ഇതിനു മുന്നേയുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ടേം ഡോ ബൈ ഡോ ടി എം സി എക്സ് സി വി. ഇതിനു മുന്നേ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ചെയ്തപ്പോൾ ഡോ ബൈ ഡോ ടി എം സി വിക്ക് നമ്മൾ എക്സ്പ്രഷൻ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡോ ബൈ ഡോ ടി ഇൻ്റഗ്രൽ സി വി റോ ഡി വി എന്നാണ് അവിടെ നമ്മൾ മേക്ക് ചെയ്ത ഇക്വേഷൻ. അപ്പോൾ ഇവിടെ സി എക്സ് കൂടി വരുന്നുണ്ട്. സോ ഇക്വേഷൻ എന്താവും? ഫൈനൽ ഇക്വേഷൻ ഡോ ബൈ ഡോ ടി ഇൻ്റഗ്രൽ ഓവർ സി വി റോ ഡി വി ഇൻറ്റു സി എക്സ് എന്ന് വരും. അപ്പോൾ അത് ഇതിനു മുന്നേയുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ ചെയ്ത പോലെ തന്നെയാണ്. കൂടുതലായിട്ടൊരു സി എക്സ് വരും. അതിനുശേഷം ഇവിടെ ആ ഡി വി എന്നുള്ളത് ഏറ്റവും അവസാനമായിട്ട് എഴുതി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ ടേം ഇൻ്റഗ്രൽ ഓവർ ഔട്ട് സി എക്സ് ഇൻറ്റു ഡി എം ഡോട്ട് ആണ്. അപ്പോൾ ഇതും നേരത്തെ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ചെയ്തതാണ്. ഇൻ്റഗ്രൽ ഓവർ ഔട്ട് ഡി എം ഡോട്ടിന് നമ്മൾ ഇൻ്റഗ്രൽ ഓവർ ഔട്ട് റോ സി ഡി എ എന്നുള്ള ഇക്വേഷൻ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സി എക്സ് കൂടുതലുള്ളത് കൊണ്ട് ഇക്വേഷനിൽ ഒരു സി എക്സ് കൂടുതലായിട്ട് വരും. അതാണ് ഇവിടെ കാണുന്നത്. സെയിം രീതിയിൽ ഇൻ്റഗ്രൽ ഓവർ ഇൻ സി എക്സ് ഡി എം ഡോട്ടിന് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഇൻ സി എക്സ് റോ സി ഡി എന്നുള്ള ഇക്വേഷന് നമുക്ക് എടുത്തെഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കിട്ടിയ ഇക്വേഷൻസ് 12, 13 and 14 നമ്മൾ 10th ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ദേ കിട്ടുന്ന ഇക്വേഷനാണ് ഈ കാണുന്നത്. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഇൻ്റഗ്രൽ ഓവർ സി വി റോ സി എക്സ് ഡി വി പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഔട്ട് സി എക്സ് റോ സി ഡി എ മൈനസ് ഇൻ്റഗ്രൽ ഇൻ സി എക്സ് റോ സി ഡി എന്നുള്ളത്. ഇനി ഈ ഇക്വേഷനിൽ
അതായത് 15th ഇക്വേഷനിൽ ഈ രണ്ട് ടേംസിനെ നമുക്ക് ഒരുമിച്ച് ഈ രീതിയിൽ എഴുതാം. ഇൻ്റഗ്രൽ എഫ് എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഇൻ്റഗ്രൽ സി വി റോ സി ഡി വി പ്ലസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ റോ സി സി ഡി എന്ന് എഴുതാം. അതായത് സി എക്സ് എന്നുള്ളത് നമ്മൾ വെറും സി ആക്കി കൺവേർട്ട് ചെയ്തു. അതായത് ജനറൽ ആയിരിക്കും സിയും സി എക്സും സെയിം ആയിട്ട് എടുത്തു. അതാണ് നേരത്തെ നമ്മൾ സി എക്സ് ആയിരുന്നു, ഇവിടെ വന്നപ്പോഴേക്കും അത് സി ആയിട്ട് മാറി. അപ്പോൾ നോക്കുക, ഇക്വേഷൻ ഈ രീതിയിലായിട്ട് മാറും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേറൊന്നുമില്ല, ഈ രണ്ട് സിയും തമ്മിൽ സി സ്ക്വയർ ആയി ഇക്വേഷൻ വരുന്നതാണ് ഡോ ബൈ ഡോ ടി ഇൻ്റഗ്രൽ ഓവർ സി വി റോ സി ഡി വി പ്ലസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ റോ സി സ്ക്വയർ ഡി എന്ന് വരും. ഇതാണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ. ഇനി നമ്മൾക്ക് ഇനി സ്പെഷ്യൽ കേസാണ്. സ്പെഷ്യൽ കേസ് അനുസരിച്ച് നമുക്കറിയാം ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ ആണെന്ന് വിചാരിക്കാം. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ പാടില്ല, വേരി ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഉള്ള ടേം ഇതാണ്. അപ്പോൾ ഈ ടേം പൂർണ്ണമായും എന്തായി പോകും, സീറോ ആയിട്ട് പോകും. ഞാൻ ഒന്നുകൂടി പറയാം, സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു പ്രോപ്പർട്ടീസും വേരി ചെയ്യാനായിട്ട് പാടില്ല. അതിപ്പോൾ വെലോസിറ്റി ആയാലും ശരി ഡെൻസിറ്റി ആയാലും ശരി അതെന്ത് ചെയ്യാൻ പാടില്ല, വേരി ചെയ്യാനും പാടില്ല. അപ്പോൾ ഡോ ബൈ ഡോ ടി വരുന്ന ടേം എന്തായി പോകും, സീറോ ആയിട്ട് പോകും. അപ്പോൾ ഇക്വേഷൻ നമുക്ക് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ സി സ്ക്വയർ ഡി എന്ന് വരും. അതിനെ നമ്മൾക്ക് ഈ രീതിയിൽ എഴുതാം, അതായത് റോ ടു എ ടു സി ടു സ്ക്വയർ മൈനസ് റോ വൺ എ വൺ സി വൺ സ്ക്വയർ. അതെങ്ങനെ വന്നു നമുക്ക് എഴുതാം, അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ്റഗ്രൽ ഈ ടൈമിന് ഞാൻ വെറും റോ സി ഡി എന്ന് എഴുതുകയാണ്. സോറി, റോ സി ഡി അല്ല, റോ സി സ്ക്വയർ ഡി എ. ഇതിൽ നമ്മൾ റോയും സിയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറമേക്ക് വന്നാൽ അതെന്തായിട്ട് മാറും, റോ സി സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ എന്ത് വരും, ഡി എ എന്ന് വരും. ഇൻ്റഗ്രൽ ഡി എ എന്ന് പറഞ്ഞാൽ എ ആണ് അല്ലേ, ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ ഇൻ്റഗ്രൽ ഡി എ എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. അപ്പോൾ നമുക്ക് റോ ടു എ ടു സി ടു സ്ക്വയർ മൈനസ് റോ വൺ എ വൺ സി വൺ സ്ക്വയർ എന്ന് എഴുതാം. അതായത് ഇവിടെ ടു സഫിക്സ് ഉദ്ദേശിക്കുന്നത് ഔട്ട്ലെറ്റ് ആണ്, അതേസമയത്ത് വൺ സഫിക്സ് ആയിട്ട് വരുന്നത് ഇൻലെറ്റ് ആണ്. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ മൊമെൻറ്റം ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡൗട്ട് വരാനുള്ള സാധ്യത, എന്തുകൊണ്ട് ആദ്യം ഔട്ട്ലെറ്റും രണ്ടാമത് ഇൻലെറ്റും, അത് നമ്മുടെ ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ 15th ഇക്വേഷനിലേക്ക് ഒന്ന് പോകാം. 15th ഇക്വേഷനിൽ ഔട്ടർ മൈനസ് ഇൻലെറ്റ് ആണ്, ഇതാണ് സീറോ ആയി പോയത്. സോ ഔട്ട്ലെറ്റ് നമ്മൾ ടു സഫിക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇൻലെറ്റ് നമ്മൾ വൺ ആയിട്ട് എടുത്തു, അങ്ങനെയാണെങ്കിൽ ടു വരുന്ന ടേംസ് ആയിരിക്കും ആദ്യം വരുന്നത്. അതാണ് ഇവിടെ ഔട്ട്ലെറ്റ് ആദ്യവും ഇൻലെറ്റ് രണ്ടാമതും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ മൊമെൻറ്റം ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.